ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ഓൺലൈൻ ക്ലാസ് പഠനം തുടരുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഇംഗ്ലീഷിൻ്റെ ബേസിക് ഫാക്ട്സ് നമ്മൾ പരിചയപ്പെട്ടു. വേർഡ്സ്, ആൽഫബറ്റ്സ്, സെൻറ്റൻസസ്, അതോടൊപ്പം തന്നെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ക്ലാസ്സുകളും നമ്മൾ കേട്ടു. ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് പഠനം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ലോക്ക്ഡൗൺ അവസാനിക്കുന്നത് വരെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. എല്ലാ കുട്ടികളും പൂർണ്ണമായും 100% ഡെഡിക്കേഷനിലോട് കൂടി ക്ലാസ്സുകൾ കാണുകയും പഠിക്കുകയും ചെയ്യണം. +1 ക്ലാസ്സുകളിലേക്ക് വേണ്ടി ഇംഗ്ലീഷ് പുസ്തകം നിങ്ങളെ കയ്യിലുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലേക്കാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. നമുക്ക് ഇവിടെ 5 യൂണിറ്റുകളും ഓരോ യൂണിറ്റിലും 3ൽ കുറയാത്ത പാഠങ്ങളുമാണ് പഠിക്കാനുള്ളത്. ഓരോ യൂണിറ്റിനും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ആ പേരുകൾ നോക്കിയാൽ, ഫസ്റ്റ് യൂണിറ്റ് ദ പാത്സ് ഓഫ് ഗ്ലോറി, സെക്കൻഡ് യൂണിറ്റ് ഷ്രീക്സ് ഓഫ് ലോഫർ, തേർഡ് യൂണിറ്റ് ലോഡ്സ് ഓഫ് ലവ്, ഫോർത്ത് യൂണിറ്റ് സ്ട്രെയിൻ ഓഫ് അഗണി, ആൻഡ് ഫിഫ്ത്ത് യൂണിറ്റ് മീഡിയേഷൻ ഓഫ് വിഷ്വൽസ്. ഇങ്ങനെ 5 യൂണിറ്റുകളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ഓരോ യൂണിറ്റിലും 3ൽ കുറയാത്ത ഉപപാഠങ്ങൾ, ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഹെഡിങ്ങും അതോടൊപ്പമുള്ള ഒരു ചിത്രവുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. യൂണിറ്റ് 1 പാത്സ് ഓഫ് ഗ്ലോറി. എന്താണ് ഈ ഹെഡിങ്ങിൻ്റെ അർത്ഥം? പാത്ത് എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. പാത്സ് വഴികൾ. സിംഗുലർ പ്ലൂറൽ എന്നുള്ളൊരു അടിസ്ഥാന കാര്യം നമ്മൾ പഠിച്ചതാണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെയോ ഒരു വ്യക്തിയെയോ കുറിക്കുന്ന വാക്കുകളാണ് സിംഗുലർ. പ്ലൂറൽ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഫോർ എക്സാമ്പിൾ, ബുക്ക് ബുക്സ്, ബസ് ബസ്സസ്, പെൻ പെൻസ്, എക്സെട്ര. അതുപോലെ ഇവിടെ പാത്ത് വഴി, പാത്സ് വഴികൾ. പാത്സ് ഓഫ് ഗ്ലോറി. ഗ്ലോറി എന്ന് പറഞ്ഞാൽ പ്രശസ്തി, ഖ്യാതി എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. അപ്പോൾ എന്താണ് പാത്സ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ? പ്രശസ്തിയിലേക്കുള്ള വഴികൾ എന്നർത്ഥം. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വ്യക്തി ഒരു വലിയ പാറക്കഷ്ണം മുകളിലോട്ട് തള്ളിക്കയറ്റുന്ന ഒരു ചിത്രം. നമ്മൾ ഈ ചിത്രത്തെ സൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. യു ഹാവ് ടു വാച്ച് ദിസ് പിക്ചർ വെരി ക്ലോസ്ലി. എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്? ഇദ്ദേഹം ജീവിത വിജയം നേടാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. ഈ കല്ല് തള്ളിക്കയറ്റുന്നത് മൂലം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഒരു സൗഭാഗ്യം കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ കല്ല് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തള്ളിക്കയറ്റുന്നത്. ഇതിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ, വലിയ പ്രയാസങ്ങൾ തരണം ചെയ്യാതെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും ലഭിക്കേണ്ടത്. ഈ ചിത്രത്തിൻ്റെയും ഈ തലവാചകത്തിൻ്റെയും ഒക്കെ മീനിങ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാഠം, പ്രശസ്തിയിലേക്കുള്ള വഴി എളുപ്പമുള്ളതല്ല. അതിൽ കഠിനമായ പ്രയത്നങ്ങളും ആത്മസമർപ്പണങ്ങളും ആവശ്യമാണ് എന്ന ഒരു ആശയമാണ് നമുക്ക് 1ാമത്തെ യൂണിറ്റിൻ്റെ ഭാഗമായി വരുന്ന പാഠങ്ങളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഈ യൂണിറ്റിൽ ഇനി എന്തെല്ലാം പഠിക്കാനുണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് ഹെലൻ കെല്ലർ. ഒരു പ്രശസ്തയായ എഴുത്തുകാരി ഹെലൻ കെല്ലർ, അവരുടെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് പഠിക്കാനുള്ളത്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആത്മകഥ. സെക്കൻഡ് വൺ, എ പോയം നെയ്മഡ് എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. ഒരു കവിതയാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ തലവാചകം എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ് എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ, എ പ്രോസ്
നെയ്മഡ് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ക്ലൈൻ ബ്രിഡ്ജ്. ബ്രൂക്ക്ലൈൻ ബ്രിഡ്ജിൻ്റെ കഥ പറയുന്ന ഒരു പാഠഭാഗം കൂടി നമുക്ക് പഠിക്കാറുണ്ട്. ഇന്നിങ്ങനെ 3 പാഠങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇവിടെ ആദ്യം നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വർക്കിലേക്കാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ കാണുന്ന ചിത്രം ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഇന്ന് ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം നൊബേൽ പ്രൈസ്, അത് ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് നൽകപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ ഇത്രത്തോളം ഓർമ്മിക്കപ്പെടാനും അനുസ്മരിക്കാനും കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇദ്ദേഹം ആദ്യം കണ്ടെത്തിയത് ഡൈനാമോ എന്ന് പറയുന്ന മനുഷ്യന്മാരെ ഒക്കെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അദ്ദേഹം കണ്ടെത്തിയത് ആദ്യ കാലഘട്ടത്തിൽ. അപ്പോൾ അതിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത് ആ കാലത്ത്. എന്നാൽ ആകസ്മികമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് അടുത്ത പിക്ചർ കാണിക്കുന്നത്. അതായത്, ഇദ്ദേഹം ഒരു ദിവസം പത്രം എടുത്തു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചരമക്കുറിപ്പ് അദ്ദേഹം തന്നെ കാണുകയാണ്. അത് സംഗതിവശാൽ തെറ്റായി കൊടുത്ത ഒരു വാർത്തയായിരുന്നു. അത് പിന്നീട് പത്രം മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ ഒരു സംഭവത്തോടു കൂടി മനുഷ്യരെ കൊല്ലാൻ വേണ്ടി കണ്ടുപിടിച്ച യന്ത്രത്തിൻ്റെ ഉടമ എന്ന പേരിലാണ് ഞാൻ ഇനി ലോകം അറിയപ്പെടാൻ പോകുന്നത് എന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യമാവുകയും, അങ്ങനെ ഒരു മോശപ്പെട്ട പ്രതിച്ഛായയോടുകൂടി ഞാൻ മരിച്ചു പോയാൽ പിന്നീട് വരുന്ന തലമുറകൾ എന്നെ മോശമായ ഒരു പേരിലായിരിക്കും അറിയപ്പെടുക എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും, അങ്ങനെ പിന്നീട് അദ്ദേഹം പല പല പരീക്ഷണങ്ങൾ നടത്തുകയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യജീവിതത്തിന് ഉപകാരപ്രദമാകുന്ന പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നൊബേൽ പ്രൈസിലൂടെ ആണ് നമ്മൾ അനുസ്മരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഡൈനാമൈറ്റ് കണ്ടെത്തിയ ആൾ സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ചിന്ത വരികയും പിന്നീട് നല്ല രീതിയിൽ ജനങ്ങൾ അനുസ്മരിക്കുന്ന രീതിയിലേക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്തു. ഇന്നും അദ്ദേഹത്തെ നമ്മൾ ഓരോ വർഷവും അനുസ്മരിക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനുണ്ടായ ആ അനുഭവത്തെക്കുറിച്ചാണ് നമുക്ക് ലെറ്റ്സ് ബിഗിൻ എന്ന ടൈറ്റിലിന് കീഴിൽ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ആ ചെറിയ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ഹൗ വുഡ് യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? നിങ്ങളോടാണ് ചോദ്യം. ഹൗ വുഡ് യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? നിങ്ങൾ എങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത്? അതായത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് ആളുകൾ, പല രീതിയിൽ പ്രശസ്തരായ ആളുകളുണ്ട്. അവർ അവരുടെ മേഖലകളിൽ, അവരുടെ ജോലികളിൽ, അവരുടെ സേവനങ്ങളിൽ ആത്മാർത്ഥമായ സമർപ്പണം ചെയ്തത് മൂലം അവരെ നമ്മൾ നല്ല രീതിയിൽ അനുസ്മരിക്കുന്നു. എന്നാൽ മനുഷ്യന്മാരെ ദ്രോഹിക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും നമ്മുടെ ചുറ്റുപാടിനെയും ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുമുണ്ട്. അവരെയും നമ്മൾ സ്മരിക്കുന്നു. രണ്ട് സ്മരണയും വ്യത്യസ്ത രീതിയിലാണെന്ന കാര്യം നമുക്കറിയാം. എന്നാൽ നിങ്ങളെ ഒരാൾ അനുസ്മരിക്കുന്നുവെങ്കിൽ അത് എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ആൽഫ്രഡ് നോബലുണ്ടായ അനുഭവത്തെക്കുറിച്ചുള്ള ചെറിയ പാരഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം. Many years ago, a man looked at the morning newspaper and to his surprise and horror found his name in the obituary column. The newspapers had reported the death of the wrong person by mistake. His first response was shock. Am I here or there? When he regained his composure, his second thought was to find out what people had said about him. The obituary read, "Dynamite King dies." He was described as the merchant of death.
This man was the inventor of the dynamite, and when he read these words, he asked himself, "Is this how I want to be remembered? Surely not." From that day onwards, he decided to work for peace. The man Alfred Nobel is remembered today as the name behind the great Nobel Prize. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ ന്യൂസ് പേപ്പറിൽ തൻ്റെ ചരമവാർത്ത വായിക്കുന്ന ആൽഫ്രഡ് നോബൽ പെട്ടെന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് എന്നെക്കുറിച്ച് ന്യൂസ് പേപ്പർ എന്ത് പറയുന്നു. അപ്പോൾ അതിൽ പറയുന്നത് ദ ഡൈനാമൈറ്റ് കിങ് ഡൈസ്, ദ മെർച്ചൻ്റ് ഓഫ് ഡെത്ത്, അതായത് മരണത്തിൻ്റെ വ്യാപാരിയായ ഡൈനാമൈറ്റിൻ്റെ രാജാവ് മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മോശമായ പ്രതിച്ഛായയിലൂടെ അല്ല എന്നെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അന്നു മുതൽ മനസ്സിലാക്കുകയും പിന്നീട് ലോകസമാധാനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങളിൽ പ്രയത്നിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മൾ നോബൽ പ്രൈസിലൂടെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ആൽഫ്രഡ് നോബൽ മാറുകയും ചെയ്തു. ഈ ഒരു ചെറിയ പോർഷനാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഇത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും പാഠഭാഗത്തിലേക്കുള്ള ഒരു പ്രവേശന പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ ജീവിതകാലത്ത് ചെയ്യുന്ന നന്മകൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മരണശേഷമോ നമ്മൾ ബഹുമാനിക്കപ്പെടും എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ചെറിയ ആശയം. ഇനി നമുക്ക് നമ്മൾ അറിയുന്ന, ലോകം അറിയുന്ന ചില നേതാക്കന്മാരെ കുറിച്ച് നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ പരിശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ സമരരീതികളും ഒക്കെ ഇന്ന് ലോക പ്രശസ്തമാണ്. അതൊരിക്കലും തന്നെ മനുഷ്യനെ വേദനിപ്പിക്കുന്നതോ ഒന്നും ആയിരുന്നില്ല. അഹിംസയിലൂടെയായിരുന്നു ഗാന്ധിജി മുന്നേറിയിരുന്നത്. അപ്പോൾ ഇന്നും ആ ഒരു കാര്യങ്ങളെ ലോകം നല്ല രീതിയിൽ നോക്കിക്കാണുന്നു എന്നർത്ഥം. ഇന്നും ഗാന്ധിജിയെ അനുസ്മരിക്കുന്ന അവസരങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ പല മേഖലയിലൂടെ പ്രശസ്തരായ വ്യക്തികളുടെ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും APJ അബ്ദുൽ കലാമും KR നാരായണനും സച്ചിൻ തെണ്ടുൽക്കർ, IM വിജയൻ, PT ഉഷ, ഒരുപാട് വ്യക്തിത്വങ്ങൾ. ഇവരൊക്കെ ജീവിതത്തിൽ അവരുടെ മേഖലകളിൽ പൂർണ്ണമായ സമർപ്പണത്തിലൂടെ മുന്നേറി വന്നവരാണ്. ഒരു സുപ്രഭാതത്തിൽ ഇവർ വിജയികളായതല്ല. കഠിനമായ പ്രയത്നത്തിന് ശേഷം ആണ് ഇവരുടെ വിജയം ഇവർക്ക് നേടിയെടുക്കാനായത്. ഇതിൽ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുണ്ടെങ്കിലും ഇവരെല്ലാം ലോകം വളരെ ബഹുമാനത്തോടു കൂടി ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പാഠഭാഗമാണ് പഠിക്കാനുള്ളത്. വളരെ ചെറുപ്പത്തിൽ വികലാംഗയാവുകയും വളരെയധികം ബുദ്ധിമുട്ടിലൂടെ തൻ്റെ കുട്ടിക്കാല ജീവിതം മുന്നോട്ട് നയിക്കുകയും എന്നാൽ വളർന്ന് വലിയ ഒരു എഴുത്തുകാരിയാവുകയും ചെയ്ത ഒരു പ്രശസ്തയായ വനിതയെക്കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അവരുടെ പേരാണ് ഹെലൻ കെല്ലർ എന്നാണ് ആ വനിതയുടെ പേര്. ഇവരുടെ ജീവിതത്തിലുണ്ടായ പല സംഭവങ്ങളെക്കുറിച്ചും അവർ ജീവചരിത്രം എഴുതുകയും അത് വളരെയധികം പ്രശസ്തമാവുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പേരിൽ ഇവരുടെ ഒരു ഓട്ടോബയോഗ്രഫി ആയിട്ട്, ഒരു ആത്മകഥയായിട്ട് പുറത്തിറങ്ങുകയും ധാരാളം വിദ്യാർത്ഥികൾ, ധാരാളം യൂണിവേഴ്സിറ്റികളിൽ ഇത് പഠന വിഷയമാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കും ഇവിടെ ഇവരുടെ ചെറിയൊരു ആത്മകഥാംശം പഠിക്കാനുണ്ട്. ആദ്യമായി നമുക്ക് ഈ ഹെലൻ കെല്ലറെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഹെലൻ കെല്ലർ 1818 to 1968 is remembered as an advocate for people with disabilities. മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീൽ എന്ന രീതിയിലാണ് ഇവരെ ലോകം ഓർക്കുന്നത്. She was born in Alabama, America. She became deaf and blind when she was 19 months. 19 മാസം മാത്രം പ്രായമായിരിക്കെ ഇവളുടെ
കേൾവി ശക്തിയും കാഴ്ച നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഹെലൻ ലേൺഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെർ ടീച്ചർ ആനി സള്ളിവൻ. അങ്ങനെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആ കുട്ടിക്ക് താങ്ങും തണലുമായിട്ട് ആനി സള്ളിവൻ എന്ന് പറയുന്ന ഒരു ടീച്ചറിലൂടെ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുകയും ആ ടീച്ചറിലൂടെ വളർന്ന് പ്രശസ്തയായ എഴുത്തുകാരിയാവുകയും ചെയ്ത ഒരു മഹതിയാണ് ഹെലൻ കെല്ലർ. പിന്നെ അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഷീ ഹാസ് ഓതേർഡ് 12 ബുക്സ് ആൻഡ് ന്യൂമറസ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡിങ് ഹെർ ഓട്ടോബയോഗ്രഫി. അപ്പോൾ 12 പുസ്തകങ്ങളും ഒരുപാട് ലേഖനങ്ങളും എഴുതിയ ഒരു പ്രശസ്തയായ വനിതയാണ് ഇത് എന്നുള്ളതാണ്. The story of my life, written at the age of 22. In 1984, her life story was made into a movie named The Miracle Continues. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ 100% ആത്മസമർപ്പണത്തിലൂടെ മുന്നോട്ട് പോവുകയും പ്രശസ്തയാവുകയും ചെയ്ത ഒരു വനിതയാണ് ഹെലൻ കെല്ലർ. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പാഠത്തിൻ്റെ ആമുഖം മാത്രമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത്ര മാത്രമാണ് പറഞ്ഞത്. പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുന്നതിന് കുറുക്കു വഴികളില്ല. 100% ആത്മസമർപ്പണവും കഠിനാധ്വാനവും കൊണ്ട് ലോകത്തിലെ പ്രശസ്തരായ വ്യക്തികൾ അവർ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ആളുകളായി മാറിയിട്ടുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർക്കുക. ഈ ക്ലാസ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഇവിടെ തരികയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പ്രൊഫൈൽ റൈറ്റിംഗ് പഠിച്ചതാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും എഴുതി തയ്യാറാക്കുന്നതാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഏതെങ്കിലും തരത്തിൽ പ്രശസ്തരായ 2 വ്യക്തികളുടെ പ്രൊഫൈൽ ആണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. നോട്ട് ബുക്കിൽ വളരെ വൃത്തിയായി എഴുതി അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഈ പാഠം ആരംഭിക്കുകയും അതിൻ്റെ വർക്കുകൾ തുടരുകയും ചെയ്യാം. എല്ലാവർക്കും നന്ദി.